അപ്പോൾ ഇവിടുന്ന് ഔട്ട്പുട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പുട്ടുപൊടിയാണ്. സ്പീഡുണ്ട്, നല്ല സ്പീഡിലെ സാധനം വരണം. നല്ല സ്പീഡിലാണ് സാധനം വരുന്നത്. അരിപ്പൊടി, റവ, ആട്ട, മൈദ, അങ്ങനെ പൗഡർ ഐറ്റംസിൽ വരുന്ന ഏത് മെറ്റീരിയലും നമുക്ക് ഒറ്റ മെഷീൻ മതി. പാക്കേജിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മെഷീൻസ് ഓട്ടോമേഷനൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങളിനി ഒരു സ്ഥലത്തും പോകണ്ട, സനലിൻ്റെ പാക്ക്മാൻ എന്ന് പറഞ്ഞ കമ്പനിയിൽ വന്നാൽ മതി. എറണാകുളത്താണ് ഈ ഒരു സ്ഥാപനം. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മെഷീൻസ് അന്വേഷിക്കുന്ന ആളുകളാണെന്ന്, അത് ഏത് തരം പാക്കിംഗ് ആയിക്കോട്ടെ, അതെല്ലാം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ പ്രിയ സുഹൃത്താണ് സനൽ. നമ്മുടെ വീഡിയോയിലൊക്കെ ഇടയ്ക്ക് ജോലി അവസരങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട് അല്ലേ? നമ്മുടെ വീഡിയോ കണ്ട് പല ആൾക്കാർക്കും അൽഹംദുലില്ലാഹ് ജോലിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സനലിൻ്റെ അടുത്ത്, അതായത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങളൊരു പാക്കേജിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മെഷീൻസ് ഓട്ടോമേഷനൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങളിനി ഒരു സ്ഥലത്തും പോകണ്ട, സനലിൻ്റെ പാക്ക്മാൻ എന്ന് പറഞ്ഞ കമ്പനിയിൽ വന്നാൽ മതി. എറണാകുളത്താണ് ഈ ഒരു സ്ഥാപനം. ഞങ്ങൾ കുറച്ച് വീഡിയോസ് ചെയ്യും കേട്ടോ, പാക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മെഷീൻസിനെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എന്തായാലും പരിചയപ്പെടുത്തും അല്ലേ സനല്ലേ? അതെ. ഇതെന്താണ് ഈ മെഷീൻ? ആദ്യം ഒരു മെഷീൻ പരിചയപ്പെടുത്താം. ഇതെന്താ സനൽ ഒരു മെഷീൻ എന്ന് പറഞ്ഞു? ഇതുപോലെ തുടങ്ങാം നമുക്ക് അല്ലേ? ഇത് നമ്മൾ കിച്ചൺ ട്രഷർ കമ്പനിക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു മെഷീനാണ്. കിച്ചൺ ട്രഷർ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് ഒരു മെഷീനാണിത്. അവരുടെ സ്റ്റീംഡ് പുട്ടുപൊടി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റഡ് ആണ്. ഈ മെഷീന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിൻ്റെ അകത്ത് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. സാധാരണ മെഷീനുകളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക കമ്പനികളിൽ ഉപയോഗിക്കുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. ഈ മെഷീന്റെ പ്രത്യേകത, ഈ മെഷീനിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് എടുത്ത് തൂക്കി നോക്കിയിട്ട് ചെക്ക് വെയർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സിസ്റ്റം വെയിറ്റ് ഓട്ടോമാറ്റിക് എടുത്തിട്ട് ഫീഡ്ബാക്ക് കൊടുത്ത് മെഷീനിൽ നിന്ന് വരുന്ന വെയിറ്റ് എപ്പോഴും കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു മാൻ പവർ അവിടെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്തേക്കുന്ന ഒരു മെഷീനാണിത്. ഇത് എത്ര കിലോ? അപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് വേണ്ടത് 2 കിലോ ആണെങ്കിൽ ഇതിൽ പറ്റുമോ? 2 കിലോ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും. 500 ഗ്രാം തൊട്ടിട്ട് 2 കിലോ വരെ പാക്ക് ചെയ്യുന്ന മെഷീനാണ്. അത് മാത്രമല്ല ഇത് ഹൈ സ്പീഡ് മെഷീനാണിത്. ഇതിപ്പോൾ നമുക്ക് ഒരു 1 കിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റിൽ ഒരു 50 പാക്കറ്റും, 1/2 കിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 60 തൊട്ട് 65 പാക്കറ്റ് വരെ 1 മിനിറ്റിൽ ഒരു സെക്കൻഡിൽ ഒരു പാക്കറ്റ് നമുക്ക് അടിച്ചു വരും. ഇവിടെ ഇത് നമ്മൾ ടെസ്റ്റ് അടിക്കാനായിട്ട് സനൽ കുറച്ച് ഇതിപ്പോ നമ്മൾ ട്രയൽ ചെയ്തേക്കുന്നതാണ്. നമ്മളിപ്പോ ട്രയൽ പാക്ക് ചെയ്ത് വന്ന സിസ്റ്റമാണ് അല്ലേ? സിസ്റ്റമാണ് ഇത്. നമുക്ക് കേരളത്തിൽ എല്ലായിടത്തും ഈ മെഷീൻ കൊടുക്കാൻ പറ്റുമോ? കേരളത്തിൽ എവിടെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഇന്ത്യയിലും കൊടുക്കുന്നുണ്ട്, നമ്മൾ ഇന്ത്യക്ക് വെളിയിലും കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം, ഈ സനലിന്റെ മെഷീനാട്ടോ പല ഫേമസ് ആയിട്ടുള്ള കമ്പനിയിലും സനലിന്റെ മെഷീൻ കൊണ്ടാണ് പാക്ക് ചെയ്ത് പോകുന്നത് അല്ലേ? ഒരു പണി ചെയ്യാൻ സനല്ലേ, ഇതിന്റെ പ്രവർത്തനം നമ്മുടെ ആളുകൾക്കൊന്ന് കാണിക്കാം. സ്റ്റീംഡ് പുട്ടുപൊടികളാണത് അല്ലേ? അതെ. ഇതിനകത്ത് സ്റ്റീംഡ് പുട്ടുപൊടി മാത്രമല്ല, അരിപ്പൊടി, റവ, ആട്ട, മൈദ, അങ്ങനെ പൗഡർ ഐറ്റംസിൽ വരുന്ന ഏത് മെറ്റീരിയലും നമുക്ക് ഒറ്റ മെഷീൻ മതി ആണല്ലേ? ഒരു ഷിഫ്റ്റിൽ നമുക്ക് ഏകദേശം ഒരു 15 ടണ്ണ് പ്രൊഡക്ഷൻ നമുക്ക് ഈ മെഷീനിൽ നിന്ന് ചെയ്യാൻ പറ്റും ഒരു ഷിഫ്റ്റിൽ. നിങ്ങൾ നേരത്തെ എന്നോട് പറഞ്ഞത് ഒരു 1/2 kg ആണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റിൽ ഒരു 60 വരെയൊക്കെ നമുക്ക് പാക്ക് ചെയ്യാന്ന് പറഞ്ഞില്ലേ? അതെ. സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാം നമുക്ക് സ്പീഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആ മെഷീൻ്റെ ആ സ്ക്രീനിലാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നത്. ആണല്ലേ? നമുക്ക് സ്പീഡ്, നമുക്ക് എത്രയാണോ വേണ്ട സ്പീഡ് അത് നമുക്ക് ആദ്യം സെറ്റ് ചെയ്യാം. നമുക്ക് എത്രയാണ് വേണ്ട അളവ് അതൊക്കെ നമുക്ക് ആദ്യം സെറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മെഷീൻ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ അതുപോലെ ഇത് വളരെ സിമ്പിളാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. തീർച്ചയായിട്ടും ഏത് ലേഡീസിന് വേണമെങ്കിലും നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ്. ഇതിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് മാനുവൽ എന്ന് പറയുന്ന സ്വിച്ച് ഇല്ലേ? ഇത് മാനുവൽ. അതൊന്ന് ഓൺ ചെയ്തു ആ എം സ്റ്റാർട്ട് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ഞെക്കിക്കോളൂ. ഇത് അപ്പോൾ ഇവിടുന്ന് ഔട്ട്പുട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പുട്ടുപൊടിയാണ്. പുട്ടുപൊടി സാധനം. സ്പീഡുണ്ട്, നല്ല സ്പീഡിലെ സാധനം വരണം. നല്ല സ്പീഡിലാണ് സാധനം വരുന്നത്. ഇനി നമുക്ക് ഇതിപ്പോൾ നമ്മളിപ്പോൾ 1 മിനിറ്റിൽ നമ്മൾ ഓഫ് ചെയ്തോളൂ. 1 മിനിറ്റിൽ ഇപ്പോൾ 50 സ്പീഡാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ കൊടുത്തേക്കുന്നത് 1 മിനിറ്റിൽ 50 ആണ്. അപ്പോൾ ഇനി സ്പീഡ് കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് എടുക്കുക, മെനു എടുക്കുന്നു. അതിൽ പ്രൊഫൈൽ ഇതുണ്ട്, 5 പ്രൊഫൈലുണ്ട്. 5 ഐറ്റം നമുക്ക് സ്പീഡ് സെറ്റ് ചെയ്യാം, ഇതിൻ്റെ വെറൈറ്റി സെറ്റ് ചെയ്യാൻ പറ്റും. അതിൽ നമ്മളിപ്പോൾ ഈ പ്രൊഫൈൽ 1 എടുക്കുക. 1 എടുത്തു. എന്നിട്ട് നമ്മൾ ഈ HC എന്ന് പറയുന്ന ആ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഈ 100 എന്ന് പറയുന്നത് ഒരു 10 ആക്കുക. 10 ആക്കണം. അത് ഞാനൊരു 10 ആക്കി. ഇനി എൻ്റർ ചെയ്താൽ മതി. എൻ്റർ ചെയ്തു. ഇനി ഒന്നുകൂടെ ബാക്ക് അടിച്ചു. ബാക്ക് അടിച്ചു. ഒന്നുകൂടെ എക്സിറ്റ് ചെയ്താൽ. അപ്പോൾ നമ്മൾ ആ ഫ്രണ്ട് സ്ക്രീനിൽ വന്നു. ഇനി ഒന്നുകൂടെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് 54 ആയി. ഓക്കെ.
1 മിനിറ്റിൽ 54 ആയി. ഇപ്പോൾ 1 മിനിറ്റ് 54 50 ഇനി നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റും. സനല്ലേ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം ഈ കാണുന്നത് ½ kg ആണ്. അതെ. സപ്പോസ് എനിക്ക് വേണ്ടത് ഇപ്പം എൻ്റെ പുട്ടുപൊടി 1 kg ആണെന്നുണ്ടെങ്കിൽ അതിൽ ഈ മെഷീനിൽ എങ്ങനെയാണ് പറ്റുന്നത്? അതായത് നമ്മൾ ഇതിനകത്ത് ഒരു കോളർ എന്ന് പറയുന്ന ഈ ഒരു പൗച്ചിനെ ഫോം ചെയ്യുന്ന ഒരു ഫണലുണ്ട്. ഈ ഫണൽ ഇത് മാത്രം മാറ്റി കൊടുത്താൽ മതി. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് 1 kg ഓടിക്കാൻ പറ്റും. പിന്നെ 2 kg വേണമെങ്കിൽ 2 kg നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഒരു കസ്റ്റമർ ഒരു മെഷീൻ എടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമർ 2 കിലോ മുതൽ 1/2 കിലോ മുതൽ 2 കിലോ വരെ നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് പറ്റും. അല്ലേ? നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ സനൽ എന്നോട് നേരത്തെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതൊക്കെ പറഞ്ഞത്. ഇവിടെ വന്നപ്പോഴേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ½ kg അല്ല, ഒരു 450 ഗ്രാം ആണെങ്കിൽ ഇവൻ റിജക്റ്റ് ചെയ്യില്ലേ? അതെ. ഒന്ന് കാണിച്ച്. ഇപ്പം 450 ഗ്രാമാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതെ. പക്ഷേ ½ kg അല്ല എന്നുണ്ടെങ്കിൽ സാധനം റിജക്റ്റ് ആവും, അല്ലേ? അത് റിജക്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ അങ്ങനെ. അതായത് വെയിറ്റ് കുറവ് വന്നാലും വെയിറ്റ് കൂടുതൽ വന്നാലും അവിടെ റിജക്റ്റ് ചെയ്ത് കളയും. ഇത് ഓൺ ചെയ്ത് ഇവൻ ഇങ്ങനെ പാക്കേജ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ആക്ച്വലി ഒരു ½ kg ആണ്. എന്നാൽ ഇതിലൊരു 450 ഉള്ളെന്ന് വിചാരിക്കാം. ഓട്ടോമാറ്റിക്കലി ഇവിടെ വരുമ്പോൾ ഇവർ റിജക്റ്റ് ചെയ്യും. അപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് സാധനം കിട്ടുമെന്നുള്ള ഭയങ്കര പ്രത്യേകത തന്നെയാണ്. സ്ഥലം ഞാൻ പ്രധാനപ്പെട്ട ഈ ഒരു മെഷീൻ ഉണ്ടല്ലോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരുപാട് മെഷീൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഈ മെഷീൻ ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമറിനായിരിക്കും യൂസ് ആകുന്നത്? ഇത് നമ്മൾ സാധാരണ ഈ പാക്കിംഗ് മെഷീൻ ചെയ്യുന്ന ഒത്തിരി കമ്പനീസ് ഉണ്ട്. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ കസ്റ്റമേഴ്സ് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള മെഷീൻ ആയിരിക്കില്ല അവർ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ അടുത്ത് വരുന്ന ഒരു കസ്റ്റമർക്ക് ഞങ്ങൾ കൃത്യമായിട്ട് എന്താണോ അവരുടെ റിക്വയർമെന്റ് അത് മനസ്സിലാക്കിയിട്ടായിരിക്കും മെഷീൻ കൊടുക്കുക എന്ന് പറയുന്നത്. ഈ മെഷീനെ സംബന്ധിച്ചോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല പ്രൊഡക്ഷനുള്ള, അതായത് ഒരു ദിവസം ഒരു 20 ടണ്ണെങ്കിലും പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന കമ്പനികളാണ് ഈ മെഷീൻ സാധാരണ വാങ്ങുന്നത്. ഇതിലും ചെറിയ മെഷീൻ നമ്മളതിലുണ്ട്. അപ്പോൾ 20 ടൺ പ്രൊഡക്ഷൻ എടുക്കാനുള്ള കപ്പാസിറ്റിയുള്ള കമ്പനികൾക്ക് നമ്മൾ എപ്പോഴും ഈ മെഷീൻ ആയിരിക്കും സജസ്റ്റ് ചെയ്യുള്ളൂ. ചിലപ്പോൾ ഇപ്പോൾ അവർ 20 ടൺ ആണെങ്കിൽ അവരിപ്പോൾ 3 വർഷം കഴിയുമ്പോൾ അവർ 60 ടൺ ആയിരിക്കും എടുക്കുന്നത്. ആ സമയത്തും ഈ മെഷീൻ ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇതിൽ 3 ഷിഫ്റ്റ് ഓടിച്ചു കഴിഞ്ഞാൽ അവരുടെ റിക്വയർമെന്റ് അപ്പോഴും ഫില്ലാവും. ഈ ഒരു മെഷീന് സാധാരണ ഇതിൻ്റെ ഒരു മാനുഫാക്ചർ ചെയ്ത് വരാൻ ഇപ്പം നിങ്ങൾ കസ്റ്റമൈസ്ഡ് ആയുള്ള സാധനം കൊടുക്കും. അതെ. എത്ര നാളെടുക്കും? ഒരു 45 ദിവസം വേണം. മെഷീൻ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ 45 ദിവസം എടുക്കും മെഷീൻ കൊടുക്കാൻ വേണ്ടി. എന്ത് കോസ്റ്റ് ആവും? ഇതിൻ്റെ ഈ ഫുൾ സെറ്റ് വരുമ്പോഴത്തേന് 20 ലക്ഷം രൂപ കോസ്റ്റ് വരും. 20 ലക്ഷം രൂപ വരും. ഓക്കെ. ഈ മെഷീന് അതായത് 20 ലക്ഷം രൂപയ്ക്ക് മൊത്തം ഇതിൻ്റെ ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റുന്ന ഫുൾ ഓട്ടോമേഷൻ എല്ലാം ചെയ്ത് വരുമ്പോഴത്തേനും കസ്റ്റമർക്ക് ഒരു 1/2 കിലോ 1 കിലോ 2 കിലോ വരെയുള്ള പൗഡർ പാക്ക് ചെയ്യുന്നതിൻ്റെ ഫുൾ ലൈൻ ഓട്ടോമേഷൻ. ഇത് നമുക്ക് പീസായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഒരു 15 ലക്ഷം രൂപയിലൊക്കെ നമുക്കിത് നിർത്താൻ പറ്റും. അതായത് ഫുൾ ലൈൻ ചെയ്യാണ്ട് നമുക്ക് ഒരു പകുതി ലൈൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 15 ലക്ഷം രൂപയിൽ ഇത് തീർക്കാം. ഒരാൾ പറയുകയാണെങ്കിൽ എനിക്കിത് വേണ്ട, ഈ പാക്കിംഗ് മെഷീൻ മാത്രമാണ് വേറെ റേറ്റ് ആയിരിക്കും, അല്ലേ? ഓക്കെ. അങ്ങനെ ഉള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെഷീൻ മാത്രമായിട്ട് കൊടുക്കാൻ പറ്റും. നിലവിൽ എക്സിസ്റ്റിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മെഷീൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഈ കൺവെയർ ഓട്ടോമേഷൻ മാത്രം അതന്നെ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. എന്തിന് സൊല്യൂഷൻ നമ്മുടെ അടുത്തുണ്ട്? ഓക്കെ. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കേരളത്തിലെ പല വലിയ ഇതേപോലെ ഫുഡ് പ്രോസസ്സിങ് കമ്പനീസിലും ഇരിക്കുന്നത് പാക്മാൻ മെഷീനാണ്. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കും, അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് അടുത്ത വീഡിയോയിലെ വേറൊരു മെഷീൻ കൂടെ നമുക്ക് പരിചയപ്പെടുത്തണം. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. നിങ്ങളെ കാണാൻ പറ്റി. നമ്മുടെ സുഹൃത്താണ്, ഞങ്ങൾ കുറേ നാളായി ഡിസ്കഷൻ നടക്കുന്നത് ഇതാണത്. അപ്പോൾ എല്ലാവിധ ആശംസകളും. പിന്നെ ഈ സ്ഥാപനത്തിലേക്ക് എന്തെങ്കിലും ജോലി സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിലും ആ വീഡിയോസും സ്ഥലം നമ്മുടെ പേജിലിടും കേട്ടോ. നമ്മളുടെ വീഡിയോ കൊണ്ട് അൽഹംദുലില്ലാഹ് 7 പേർക്ക് സ്ഥലം ജോലി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. എല്ലാവിധ ആശംസകളും. താങ്ക് യു.